സങ്കല്പിക്കാനാവാത്ത വിധത്തിലുള്ള മാറ്റം കൊടുത്ത് മനുഷ്യ ജീവിതത്തെ മാറ്റിമറിച്ച ഒരൊറ്റ ജന്മമേ ഭൂമിയിലെത്തിയിട്ടുള്ളൂ. അവന്റെ പേര് യേശു എന്നാണ്. യേശു. ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ മനുഷ്യനെ മാറ്റിമറിക്കുന്ന ഒറ്റ ആളേ ഉള്ളൂ. അവന്റെ പേര് യേശു എന്നാണ്. യേശു. അതാണ് ഓം പ്രകാശ് ജോൺ പോൾ ആവുന്നത്. അങ്ങനെയാണ് ഇറച്ചി ആൽബിൻ മാത്യു ആൽബിൻ ആവുന്നത്. ബ്രദർ മാത്യു ആൽബിൻ ആവുന്നത്. അങ്ങനെയാണ് കരിക്കിൻ വില്ല കൊലക്കേസിലെ റെനി ജോർജ് സുവിശേഷകനാകുന്നത്. അങ്ങനെയാണ് ഈ നക്സലേറ്റ് പ്രസ്ഥാനത്തിലെ അംഗങ്ങളായിരുന്ന പലരും മാനസാന്തരപ്പെട്ട് സുവിശേഷകരായിട്ട് മാറിയത്. അങ്ങനെയാണ് ഒരു കാലത്ത് ഇംഗ്ലണ്ടിലെ ലണ്ടൻ നഗരത്തെ കിടുകിട വിറപ്പിച്ച കൊടും ക്രിമിനലും കുറ്റവാളിയുമായിരുന്ന നിക്കി ക്രൂസ് എന്ന മനുഷ്യൻ പുസ്തകം എടുത്ത് ചങ്കത്ത് വെച്ച് സുവിശേഷകനായത്. അങ്ങനെയാണ് ക്രിസ് മോറിസ് എന്ന് പറയുന്ന പൊർണോഗ്രഫി അശ്ലീല സിനിമയിൽ അഭിനയിച്ചിരുന്ന നടി ഉൾപ്പെടെ നൂറുകണക്കിന് അശ്ലീല സിനിമകളിലെ നടീ നടന്മാർ യേശുക്രിസ്തുവിന്റെ സുവിശേഷകരായിട്ട് മാറിയത്. മാറ്റിമറിക്കുന്ന, ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒറ്റ ആളേ ഉള്ളൂ. ഒറ്റ ആള്. അവന്റെ പേര് യേശു. കാരണം എന്താണ്? ഈ കൃപ വരുന്നത് യേശുവിലൂടെയാണ്. യേശുവിലൂടെ മാത്രമേ കൃപ വരൂ. അതായത് ഒരുത്തന്റെ സ്വഭാവം മാറ്റണമെങ്കിൽ യേശുവിന് മാത്രമേ പറ്റൂ. നിന്റെ DNA-ക്കകത്ത് കയറി, നിന്റെ ജനറ്റിക് സിസ്റ്റത്തിനകത്ത് കയറി, നീ വളർന്നു വന്ന സകല സാഹചര്യത്തിലൂടെ രൂപപ്പെട്ട വർഷങ്ങൾ പഴക്കമുള്ള സ്വഭാവ സവിശേഷതയുടെ അകത്ത് കയറി, നിന്റെ ജനറ്റിക്കൽ സിസ്റ്റത്തിനകത്ത് കയറി നിന്നെ മാറ്റാൻ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന്റെ പുത്രനായ യേശുവിന് മാത്രമേ പറ്റൂ. ആർക്കും പറ്റൂ.